സഹാബത്ത് റളിയല്ലാഹു അൻഹും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല, അവർ സുഹബത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇൽമ കിട്ടിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇൽമ പഠിക്കാൻ പോയതല്ല, പിന്നെന്തിനെ അവിടെ അങ്ങനെ ഇരിക്കാൻ പോയതാണ്. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബാ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തീബു വന്നിസാഅ വഖുറത്തു ഐനി ബിസ്സലാ. KL 65J 118 എന്ന വണ്ടി നിലവിലിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. KSEBിക്ക് മകം മുറിക്കാനുള്ള ആളുകൾ വന്നിട്ടുണ്ട്, ഉടനെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തീബു വന്നിസാഅ വഖുറത്തു ഐനി വജുഇലത് ഖുറത്തു ഐനി ബിസ്സലാ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് സുഗന്ധവും മറ്റൊന്ന് സ്ത്രീയുമാണ്. രണ്ടാമത്തേത് നിസ്കാരത്തിലെ കണ്ണിന്റെ കുളിർമയുമാണ്. സഹാബത്തെ ഇങ്ങക്ക് ഏതാ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ പോയതല്ല, മുഖത്തേക്ക് നോക്കാൻ പോയതാണ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളല്ല, പരിശോധിച്ചിട്ടാണ് പറയണത് കേട്ടോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹാഫിളല്ല, ഖുർആൻ മുഴുവനും പഠിച്ച ഹാഫിളല്ല. എന്നാലും ഈ ഉമ്മത്തിന്റെ ആളുകളുടെ പേരിങ്ങനെ എഴുതുമ്പോ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് എഴുതുക. എന്താ കാരണം? മോത്തുകൊക്കാൻ പോയി എന്നുള്ള തന്നെ കാരണം. സുഹബത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഹബത്തിലൂടെ ഇൽമ ലഭിക്കുന്നതാണ്. ഇൽമ പഠിക്കാൻ പോകണമെന്നില്ല. സുഹബത്ത്, സഹവാസം വളരെ പ്രധാനമാണ്. സാധാരണ പഴമക്കാര് പറയലുണ്ട്, ചാരിയാൽ ചാരിയത് മണക്കുന്ന്. അങ്ങനെ തന്നെയാണ്. കല്യാണം പെണ്ണന്വേഷിക്കാൻ ചെന്നു, അല്ലെങ്കിൽ പുതിയാപ്പണ്ണ അന്വേഷിക്കാൻ ചെന്നിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ചെക്കനെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. ഓൻ കുഴപ്പമൊന്നുമില്ല, ഓൻ്റെ കൂട്ടുകാര് വലിയൊരു കുണമില്ല എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട തന്നെ ഓനും ഉറപ്പായി. ഇങ്ങനെ വല്ലാതെ അന്വേഷിക്കാൻ പോകുന്നു വേണ്ട. കൂട്ടുകാർ കുണമില്ലെങ്കിൽ ഓനും കുണമില്ല. കൂട്ടുകാർ മരത്തമ്മ കയറുന്ന സൈസാണെങ്കിൽ ഓനും കയറും, അത് ഉറപ്പല്ലേ. കൂട്ടുകാർ ഉസ്താദില്ലാത്തുമ്പോൾ കുളത്തിൽ ചാടുന്ന സൈസാണെങ്കിൽ ഓനും ചാടുന്നു. കൂട്ടുകാരെന്താ വെച്ചാൽ അതന്നെ ഓനും, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ പോസിറ്റീവുകൾ വേഗത്തിൽ സ്വീകരിക്കാൻ പറ്റും, നെഗറ്റീവ് സാവകാശം സ്വീകരിക്കുള്ളൂ. പോസിറ്റീവ് എനർജി ഉള്ള ഒരാളുടെ കൂടെ കൂടിയാൽ അത് പകരുന്ന അത്ര എളുപ്പം നെഗറ്റീവ് എനർജി ഉള്ളത് പകരൂല. നിസ്കരിക്കണവന്റെ ഒപ്പം കൂടിയാൽ നിസ്കാരം തുടങ്ങണ അത്ര സ്പീഡിൽ കള്ളുടിക്കണവന്റെ ഒപ്പം കൂടിയാൽ കള്ളുടി തുടങ്ങൂല. നെഗറ്റീവ് കുറച്ച് സാവകാശം എഫക്റ്റീവ് ഉള്ളൂ, പോസിറ്റീവ് വേഗത്തിൽ എഫക്റ്റീവ്. അപ്പൊ ചാരിയാൽ ചാരിയത് മണക്കുന്നുള്ളത് ശരിയാണ്. ആരാ കൂട്ടുകാരൻ എന്നത് വളരെ പ്രധാനമാണ്. പരിചയക്കാരാരുമാകാം, കൂട്ടുകാരെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പരിചയക്കാരും പറ്റും, നാട്ടുകാരൊക്കെ നമ്മളെ പരിചയക്കാരാണ്, ഒരു കുഴപ്പമില്ല. പരിചയം എല്ലാവരും ഉണ്ടായി, ഒരു കുഴപ്പമില്ല. പരിചയക്കാരനല്ല പ്രശ്നം, കൂട്ടുകാരൻ വളരെ പ്രധാനമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വ്യഭിചരിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മദ്യപിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് പടച്ചോന്മാരെ കച്ചവടമായിരുന്നുണ്ടായിരുന്ന ജോലി. നല്ല പടച്ചോന്മാരുണ്ടായിട്ട് ഉക്കലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാന്റെ പണി. എന്നിട്ട് പോലും ജാഹിലിയത്തിൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരന്റെ യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇന്നമാ മസലുൽ ജലീസി സ്സാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഹിൽ കീർ. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം അത്തറ് കച്ചവടക്കാരന്റെ മാതിരിയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത്തർ കച്ചവടക്കാരൻ്റെ ഒപ്പം പോയാൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു കുപ്പി അത്തർ വാങ്ങാം. ചെറിയൊരു കുപ്പിയിൽ ലേശം തരും അത്തർ, പൈസ ഉണ്ടെങ്കിൽ. പൈസ ഉണ്ടായില്ല നോക്കുക, ആരേലും വാങ്ങുമ്പോൾ ചെറിയ കുപ്പിക്ക് നിറച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കുമ്പോൾ കയ്യുമ്മ കൂടി ഒലിക്കണത് നമ്മളെ മേത്ത് തേച്ച് തരും. പൈസ ഇല്ലാതെ സെന്റ് കിട്ടും. അതും ഉണ്ടായില്ല. അയാൾ ഫില്ലർ കൊണ്ട് എടുത്തിട്ട് സൂക്ഷിച്ച് ഒഴിക്കണ ആളാണ്. എന്നാലേ വാസന കിട്ടും. അത് അയാളെ കൊണ്ട് തടുത്താൻ നിൽക്കൂല. നല്ലോന്റെ ഒപ്പം കൂടിയാൽ അങ്ങനെയാണ്. വാസന തടുത്താൻ നിൽക്കൂലല്ലോ, അതെന്തായാലും വരും. ചീത്ത മനുഷ്യന്റെ ഉദാഹരണം, ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. കരുവാന്റെ അടുത്ത് ചെന്നിരുന്ന മാതിരിയാണ്. എത്ര ദൂരെ ഇരുന്നാലും, അടുത്തിരുന്നാല് തീപ്പൊരി പാറി വന്ന് തുണിയും കുപ്പായും ഓട്ടയോ, ദൂരെ ഇരുന്നാല് കറുത്ത പുക വന്നിട്ട് മൂക്ക് കൂടെ കയറിയിട്ട് ആസ്തമ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ്. അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ ചെങ്ങായിക്ക് കരിയുള്ളോടത്ത് പോയിരിക്കല പണിന്ന് നാട്ടുകാർ പറയെങ്കിലും ചെയ്യും. എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ്. അപ്പൊ നല്ല കൂട്ടുകാരൻ്റെ, മനുഷ്യന്മാർക്ക് നല്ല കൂട്ടുകാർ വേണം. പരിചയക്കാരും ആകാം. പരിചയക്കാരെ മുഴുവനും കൂട്ടുകാരായി കാണരുത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിരുന്നത് സുഹബത്തിന് വേണ്ടിയായിരുന്നു. സുഹബത്ത് അവരെ വളരെ വലിയ ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആരോടാണോ സുഹബത്ത് നടത്തുന്നത് അയാളുടെ ക്വാളിറ്റി തന്നെയാണ് സുഹബത്ത് നടത്തുന്ന ആൾക്കും ഉണ്ടായിരിക്കുക. എന്തിനോടാണോ ചാരുന്നത് ആ ചാരുന്നതിന്റെ ക്വാളിറ്റിയാണ് ചാരപ്പെടുന്നവനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സുഹബത്ത് വളരെ പ്രാധാന്യപൂർവ്വം കാണണം. ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. ദുആക്ക് ഇജാബത്തുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടത്. ദുആഉ അശ്രിൻ ലം യുറദ്ദ റബ്ബുന വഉദ്ദഹു ലാലിമൻ ഫീ ദീനിന വസാനി മൻ യതഅല്ലമുൽ ഇൽമഅഖി സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖി. ആലിമിന് ദുആക്ക് ഇജാബത്തുണ്ട്, മുതഅല്ലിമിന് ദുആക്ക് ഇജാബത്തുണ്ട്, സൽസ്വഭാവിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, രോഗിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, യാത്രക്കാരന് ഇജാബത്തുണ്ട്, ഹാജിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, ഉമ്മാനെ നോക്കണോന് ദുആക്ക് ഇജാബത്തുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള കുറെ ആൾക്കാരുണ്ട്. സൽസ്വഭാവികൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ്. സൽസ്വഭാവികൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. അബ്ബാസിനെ കാണുമ്പോൾ ആരെങ്കിലും ദ്വാരക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വിലായത്തില്ലാത്ത ഔലിയാഇന്റെ സ്ഥാനത്താണുള്ളത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കുട്ടികൾ വിലായത്തില്ലാത്ത ഔലിയാഇന്റെ സ്ഥാനത്താണുള്ളത്. ഔലിയാഇന്റെ സ്ഥാനത്തുള്ള ഒരു ദ്വാരണ ഇജാബത്തുണ്ടാവും. ഉറപ്പന്നെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മളതിൽ വല്ലാതെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നന്മയുടെ വാക്താക്കളായി മാറാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു നിഅമത്ത് തന്നു. ഈ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളത് വദാലിക ഫദ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു ഫദ്ലാണ്. ഇസ്ലാം വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിടഞ്ഞിരുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഗേറ്റിന്റെ അപ്പുറത്ത് തന്നെ നിൽക്കുന്നത് പോലെ ആരും കൊണ്ട് കടന്നിട്ടില്ല. എന്തേ കാരണം? തൗഫീഖ് ഇല്ല എന്നുള്ളതിനാണ് പ്രധാനം. ഏതൊരു വിഷയത്തിൻ്റെയും തൗഫീഖ് വളരെ പ്രധാനമാണ്. തൗഫീഖ് കിട്ടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. നിയ്യത്തിന്റെ ശേഷേ തൗഫീഖ് ഉള്ളൂ, നിയ്യത്തിന്റെ മുമ്പ് തൗഫീഖ് ഇല്ല. തൗഫീഖ് വരണമെങ്കിൽ ആദ്യം കരുതണം. സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് കരുതിയാലേ അതിനുള്ള തൗഫീഖ് വരുള്ളൂ. തൗഫീഖ് വരട്ടെ, അപ്പം കരുതാൻ തീരുമാനിക്കണ്ട. ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ തൗഫീഖ് വരുള്ളൂ. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തൗഫീഖ് എന്ന് പറഞ്ഞ സാധനം പിന്നിന്ന് തള്ളണ സാധനമാണ്. അതിനാദ്യം ലക്ഷ്യം കാണണം, എങ്കിൽ മാത്രമാണ് തൗഫീഖിന്റെ പിന്നിൽ നിന്നുള്ള തള്ളലുണ്ടാവുക. ഇത് വളരെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം.
ആലിമീങ്ങളുടെ വേഷം സ്വീകരിക്കണം. മുത്തഅല്ലിമീങ്ങളുടെ വേഷം സ്വീകരിക്കണം. ഓരോരുത്തരും അവരവരുടെ വേഷം സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമുക്കൊരു മടി ഉണ്ടാകരുത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണ തേച്ച് കുളിച്ച് മുടി 2 പിളർപ്പായി ചീകിയിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കാറുണ്ടായിരുന്നു. തൊപ്പി ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി മാത്രവും ധരിച്ചിട്ടുണ്ട്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു തൻ്റെ ശമാഇലിൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തൊപ്പി വേണം. എന്നും ഓയിൽമുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഓരോ ഓയിൽമുണ്ട് വേണം. എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നും ഇട്ടിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് വേണം. ഒരു തൊപ്പിയുള്ളവർ 3 തൊപ്പി വാങ്ങണം. ഇപ്പൊ ഒന്നുണ്ട്, ഒന്നും കൂടി വാങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വാങ്ങാം, 3 എണ്ണം വേണം. 3 കോലത്തിലുള്ളതായിരിക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിലുള്ളതായി പറയുന്നു. കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിതാ, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. എങ്ങനായാ എന്താ നിക്കരിച്ചാ പോരെ എന്ന് കുറച്ച് ആൾക്കാര് പോരാ, നിക്കരിച്ചും വേണം, എങ്ങനെ ആവാതിരിക്കും വേണം, നേരങ്ങത് തന്നെ വേണം. എല്ലാം ക്ലിയർ ആക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് വലിയ ദറജയെ, വലിയ സ്ഥാനമാനങ്ങളെ, വലിയ പദവികളെ എത്തിപ്പിടിക്കാൻ കഴിയുന്നത്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയണം. മുത്തഅല്ലിമീങ്ങള്, വിദ്യാർത്ഥികള് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ 6 നേരം പല്ലേക്കണം, 6 സമയം പല്ലേക്കണം. പല്ലേക്കണ കാര്യത്തിൽ ഇന്ന് വളരെയധികം മടിയുണ്ട്. നമ്മളൊക്കെ ഇറച്ചി മീനും നന്നായി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സാധാരണക്കാർ 2 നേരം എന്തായാലും പല്ലേക്കണം. ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പല്ല് തേക്കണം.